യാറ്റിലെ സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. ദുരന്തമുണ്ടായ സമയത്ത് സ്ഥലത്ത് എത്ര മലയാളികൾ ഉണ്ടായിരുന്നുവെന്ന കൃത്യമായ കണക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇതുവരെയുള്ള വിവരം വെച്ച് 50-ലേറെ മലയാളികളെ കാണാതായെന്നാണ് നോർക്ക അറിയിക്കുന്നത്. ഇവരിൽ 30-ലേറെ പേരെ തിരിച്ചറിയാനായിട്ടുണ്ട്. ഇവരുടെ ബന്ധുക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. മറ്റപകടങ്ങൾ സംഭവിച്ചതായി അറിയില്ലെന്നും ഇവർ സുരക്ഷിതരാണെന്നാണ് കരുതുന്നതെന്നും നോർക്ക അധികൃതർ പറഞ്ഞു. സ്റ്റാൻഡേർഡ് ആണ്. അവർക്ക് വേറെ ഇഷ്യൂസ് ഉള്ളതായിട്ട് നിലവിൽ നമുക്കൊരു ഡയറക്റ്റ് കോൺടാക്ട് ഇതുവരെയും പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് എംബസി മുഖേനയൊക്കെ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ടൊരു കൺഫർമേഷൻ പറയാൻ പറ്റില്ലെങ്കിലും അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ളതായിട്ട് റിപ്പോർട്ടിലില്ല. കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെല്ലാം വിനോദസഞ്ചാരികളാണെന്നാണ് സൂചന. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ നമുക്ക് നോർക്കയുടെ ഇതിൽ, അതുപോലെ SDMAയുടെ ഡൽഹിയിൽ എല്ലാ 4 കേന്ദ്രങ്ങളിലും നമ്മൾ ടെലിഫോൺ നമ്പറുകൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്തവരുണ്ടെങ്കിൽ അവരെ അറിയിക്കുന്നതിന് വേണ്ടി ടെലിഫോൺ നമ്പർ നമ്മൾ കൊടുക്കുന്നു. നോർക്ക ഡൽഹി ഓഫീസും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.